ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോ ഫിറ്റ്നസ് ഗൈഡ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ വർക്കൗട്ട് മീലിനെ പറ്റിയാണ്. അതായത് നമ്മളൊരു വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ മുന്നേ കഴിക്കേണ്ട ഫുഡിനെ പറ്റിയാണ്. ഓക്കെ, അതിന് മുന്നേ ഒരു സിമ്പിൾ ലോജിക്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 1.5 അവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ബോഡിക്ക് വേണ്ടത്? എനർജി വേണം അല്ലേ? നല്ല രീതിയിൽ എനർജി ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് ആ വർക്കൗട്ട് സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ബോഡിക്ക് എനർജി തരുന്ന മെയിൻ ഫുഡ് സോഴ്സ് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ഫുഡ്സ് അല്ലേ? കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് എനർജി തരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡാണ് പ്രീ വർക്കൗട്ട് ആയിട്ട് കഴിക്കേണ്ടത്. ഓക്കെ, ഈ കാർബോഹൈഡ്രേറ്റ് ഫുഡ്സ് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് സിമ്പിൾ കാർബ്, ഒന്ന് കോംപ്ലക്സ് കാർബ്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിട്ട് വരും. അതായത് നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ടായി, ഗ്ലൂക്കോസ് എനർജി ആയിട്ട് കൺവേർട്ടായിട്ട് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് എനർജി ആയിട്ട് കിട്ടും. കോംപ്ലക്സ് കാർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡൈജസ്റ്റ് ആവാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. ഇത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് ഫുഡാണ് കോംപ്ലക്സ് കാർബ്. അപ്പം നമുക്ക് പ്രീ വർക്കൗട്ട് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ കാർബാണ്. കാരണം നമുക്ക് പെട്ടെന്ന് എനർജി ആയിട്ട് കൺവേർട്ടായിട്ട് കിട്ടേണ്ട ഫുഡുകളാണ് പ്രീ വർക്കൗട്ട് ആയിട്ട് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഫുഡിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാന, പൊട്ടറ്റോസ്, വൈറ്റ് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, അതേപോലെ റൈസ്, കപ്പ, അതേപോലെ സ്മൂത്തീസ്, ഇങ്ങനെയുള്ള ഫുഡുകളാണ് നമ്മൾ പ്രീ വർക്കൗട്ട് മീലായിട്ട് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രീ വർക്കൗട്ട് മീലിൽ ഇതേപോലുള്ള കാർബോഹൈഡ്രേറ്റ് ഫുഡ് ഉണ്ടായിരിക്കണം. കുറച്ച് എമൗണ്ട് ഓഫ് പ്രോട്ടീനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബനാനയൊക്കെ ഒരു നല്ലൊരു പ്രീ വർക്കൗട്ട് ഫുഡാണ്. കാരണം ബനാനയിൽ പൊട്ടാസ്യത്തിൻ്റെ കണ്ടന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ മസിൽ ഫങ്ഷനൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം പക്ഷേ ഈ ബനാന മോർണിംഗ് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ എം ഡി സ്റ്റോമക്കിൽ ബനാന കഴിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ബനാന എം ഡി സ്റ്റോമക്കിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റി ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ബനാനയിൽ അസിഡിറ്റി കണ്ടന്റുകൾ ഉള്ളതുകൊണ്ട് ബനാന എം ഡി സ്റ്റോമക്കിൽ കഴിച്ചാൽ അസിഡിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല, വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ മോർണിംഗ് വർക്കൗട്ട് ചെയ്യുന്നവർ സ്മൂത്തീസോ അല്ലെങ്കിൽ ഡേറ്റ്സ് അതേപോലെ വേറെ എന്തെങ്കിലും സിമ്പിൾ കാർബായിട്ടുള്ള ഫുഡുകൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈവനിങ് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബനാനയൊക്കെ നല്ലൊരു പ്രീ വർക്കൗട്ട് ഫുഡാണ്. അതേപോലെ നിങ്ങൾ വർക്കൗട്ടിന് മുന്നേ ഒരുപാട് ഫുഡ് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ബ്ലോട്ടഡായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ വർക്കൗട്ടിനെ ബാധിക്കും. അതേപോലെ തന്നെ നമുക്കത് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ കഴിക്കല്, കുറച്ച് എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കുക, ഒരുപാട് കഴിക്കാതിരിക്കുക. അതേപോലെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ടയർഡ്നെസ് അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോഫിയൊക്കെ പ്രീ വർക്കൗട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ കഫൈൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു എനർജറ്റിക് ഫീൽ വരും, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. സോ കോഫിയൊക്കെ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് സ്ഥിരം യൂസ് ചെയ്യരുത്. സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു അഡിക്ഷൻ വരും. പിന്നെ കോഫി ഇല്ലാതെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഫീൽ വരും. സോ അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു മടി തോന്നുന്ന പോലത്തെ സിറ്റുവേഷൻസിൽ മാത്രം കോഫിയൊക്കെ നമുക്ക് പ്രീ വർക്കൗട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളാണ് നിങ്ങൾ പ്രീ വർക്കൗട്ടായിട്ട് കഴിക്കേണ്ടത്. അതായത് കുറച്ച് സിമ്പിൾ കാർബായിട്ടുള്ള ഫുഡ് ഉണ്ടായിരിക്കണം, കുറച്ച് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ബനാനയും ഒരു എഗ്ഗും കഴിക്കുകയാണെങ്കിൽ ഓക്കെ, അത് മതി. അതിൽ കാർബായി, പ്രോട്ടീനായി, ഫാറ്റായി എല്ലായി. ഓക്കെ, അതേപോലുള്ളൊരു മീലുകൾ നിങ്ങൾ പ്രീ വർക്കൗട്ടായിട്ട് യൂസ് ചെയ്യുക. ഒരുപാട് ഫുഡ് കഴിക്കരുത്, കുറച്ച് എമൗണ്ട് ഫുഡ് കഴിക്കുക. അപ്പം ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിച്ചിട്ടാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പം എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണ് പ്രീ വർക്കൗട്ടായിട്ട് കഴിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ പോസ്റ്റ് വർക്കൗട്ട് മീലിനെ പറ്റിയുള്ളൊരു വീഡിയോ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഈസ് ജോ സൈനിങ് ഓഫ്. ബൈ.